ഈ ആറ്റിങ്ങൽ RTO ഓഫീസിൽ നടക്കുന്നത് അരാജകത്വമാണ്. 28-ാം തീയതി 4:30 കൊണ്ടുവന്ന പേപ്പർ ഈ RTOയുടെ ധാർഷ്ട്യം. പക്ഷേ RTO ഓഫീസ് ഇപ്പോഴും 1 മണി വരെയാണ് പ്രവർത്തനമാക്കിയെന്നുള്ള. കേരളം വ്യവസായ സൗഹൃദമാണെന്ന സർക്കാർ പ്രഖ്യാപനങ്ങൾക്കിടയിലും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലം ഒരു യുവ സംരംഭകൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞാൻ അനൂപ് ചന്ദ്രൻ. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ റൂറൽ RTO ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. 17/9/2025 ബോർഡ് മീറ്റിങ്ങിൽ എൻ്റെ 2 ഐറ്റങ്ങൾ ബഹുമാനപ്പെട്ട STATയുടെ ഉത്തരവുണ്ടായിരുന്നിട്ടും തെറ്റായിട്ടുള്ള രീതിയിൽ തീരുമാനമെടുത്തു. അത് നിരവധി തവണ ഈ RTO ഓഫീസിൽ RTOയുടെ ചേംബറിൽ വന്ന് RTOയെ കണ്ട് പറയുകയും RTOയ്ക്ക് എനിക്ക് പറയാനുള്ള കാരണം മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ തന്നെ കൃത്യമായി എഴുതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഒരു കോടതി ഉത്തരവൊന്നും പാലിക്കാതെ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ റിജക്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പ്രതികാര നടപടികൾക്കെതിരെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിയമ പോരാട്ടം നടത്തുന്ന നെടുമങ്ങാട് സ്വദേശി അനൂപ് ചന്ദ്രന്റെ കഥയാണിത്. കഴിഞ്ഞ 20 വർഷക്കാലമായി സ്വകാര്യ ബസ് വ്യവസായ രംഗത്തുള്ള അനൂപ് ചന്ദ്രന് 16ഓളം ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് നിരത്തിലിറക്കാൻ കഴിയുന്നത് വെറും 2-3 ബസ്സുകൾ മാത്രമാണ്. ബാക്കിയുള്ള വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകാതെ ഉദ്യോഗസ്ഥരായ DTC ജോഷി, RTO ബിജു, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മനോജ് കുമാർ എന്നിവർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നാണ് പ്രധാന പരാതി. ന്യായമായ ആവശ്യങ്ങൾക്കായി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ തയ്യാറാകാത്തതാണ് തനിക്കെതിരെയുള്ള ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് അനൂപ് ആരോപിക്കുന്നുണ്ട്. ഈ ആറ്റിങ്ങൽ RTO ഓഫീസിൽ നടക്കുന്നത് അരാജകത്വമാണ്. ഒരിക്കലും കേരളം ഒരു വ്യവസായ സൗഹൃദമല്ല. ഇതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ പാലോട് ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിൽ വന്നാൽ എൻ്റെ റിജക്റ്റ് ചെയ്ത വണ്ടികൾ ഒതുങ്ങിക്കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുന്ന ദയനീയമായ കാഴ്ച. തന്റെ വാഹനത്തിന് പെർമിറ്റ് പുതുക്കി നൽകുന്നതിനും റൂട്ട് ഡിവിഷനുമായി ബന്ധപ്പെട്ട ആറ്റിങ്ങൽ RTO ഓഫീസിൽ നൽകിയ അപേക്ഷകൾ യാതൊരു കാരണവുമില്ലാതെ നിരസിക്കപ്പെട്ടിരുന്നു. ഇതിനെതിരെ അദ്ദേഹം കോടതിയെയും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെയും സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചുവെങ്കിലും ആറ്റിങ്ങൽ RTO ബിജു ഈ ഉത്തരവുകൾ നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല. 494/2009 ഉത്തരവ് പ്രകാരം 2008 RTA ബോർഡ് മീറ്റിംഗ് റിജക്റ്റ് ചെയ്ത കാരണം തെറ്റാണ്. ആ വാഹനത്തിന് പെർമിറ്റ് കൊടുക്കണമെന്ന് 2009 STA ഉത്തരവുണ്ട്. എന്നാൽ പെർമിറ്റ് പുതുക്കാൻ അപേക്ഷ ഇട്ടപ്പം വീണ്ടും അതേ കാരണങ്ങൾ പറഞ്ഞ് തന്നെ ആ പെർമിറ്റ് റിജക്റ്റ് ചെയ്തു. അതേസമയം ഇതേ റൂട്ടുകളിൽ മറ്റു ചിലർക്ക് വഴിവിട്ട രീതിയിൽ പുതിയ പെർമിറ്റുകൾ അനുവദിക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക ഇടപെടലുകളുമാണ് ഇതിന് പിന്നിലെന്നും അനൂപ് പറയുന്നു. കളക്ടറുടെ ഇടപെടലും ആറ്റിങ്ങൽ RTO ബിജുവിന്റെ ഒഴിഞ്ഞുമാറലും വിഷയത്തിൽ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ എന്നിവർക്ക് അനൂപ് പരാതിയും നൽകി കഴിഞ്ഞു. ഈ മാസം നടന്ന ബോർഡ് മീറ്റിംഗിൽ പ്രശ്നം പരിഹരിക്കണമെന്ന് കാട്ടി ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശത്തിന്റെ കോപ്പി കൈപ്പറ്റാൻ പോലും RTO ബിജു തയ്യാറായില്ല എന്ന ഗൗരവകരമായ ആരോപണവും നിലനിൽക്കുന്നുണ്ട്. 28-ാം തീയതി 4:30 കൊണ്ടുവന്ന പേപ്പർ ഈ RTOയുടെ ധാർഷ്ട്യം. ഈ RTOയുടെ ധാർഷ്ട്യം കൊണ്ടുവന്ന ആളിൻ്റെ അടുത്ത് അതുപോലെ മടക്കി അയച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിക്കാനും ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. ഓഫീസ് സമയം ഉച്ചയ്ക്ക് 1 മണി വരെയാണെന്ന വിചിത്രമായ വാദം ഉന്നയിച്ചാണ് RTO ബിജു ആറ്റിങ്ങൽ ഉത്തരവ് അനൂപ് ചന്ദ്രൻ അയച്ച പ്രതിനിധിയിൽ നിന്നും 28-ാം തീയതി ഉച്ചതിരിഞ്ഞ് 4:30 കൈപ്പറ്റാൻ വിസമ്മതിച്ചത്. എന്നാൽ ഇത്തരത്തിൽ പ്രവർത്തന സമയം മാറ്റിക്കൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിലവിലില്ലെന്ന് അനൂപ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നമ്മുടെ കേരളത്തിലെ നിയമം അനുസരിച്ച് പുതിയ കളക്ടറേറ്റ് സഹിതം രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പ്രവൃത്തി ദിനം. പക്ഷേ RTO ഓഫീസ് ഇപ്പോഴും 1 മണി വരെയാണ് പ്രവർത്തനമാക്കിയെന്നുള്ള ഒരു കേരള സർക്കാരിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷനോ ഒന്നും തന്നെ ഇല്ല. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കിടയിലും നീതിക്കായി നേരിട്ട് ആറ്റിങ്ങൽ RTO ഓഫീസിൽ അദ്ദേഹം എത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആറ്റിങ്ങൽ RTO ബിജുവിനെ നേരിൽ കാണാനും സാധിച്ചില്ല. തുടർന്ന് സീനിയർ സൂപ്രണ്ടിനെ രേഖകൾ ഏൽപ്പിച്ചെങ്കിലും അക്നോളജ്മെന്റ് നൽകാൻ അധികൃതർ തയ്യാറായതുമില്ല.
ഉദ്യോഗസ്ഥരുടെ ഈ നിഷേധാത്മക നിലപാട് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയിലേക്കാണ് ഈ യുവ സംരംഭകൻ കൂപ്പുകുത്തുന്നത്. മൊത്തം 4 ബസ്സുകളാണ് ഉദ്യോഗസ്ഥരുടെ പിടിവാശി കാരണം ഓടാതെ ഒതുക്കിയിട്ടിരിക്കുന്നത്. അതിൽ ഭാരത് ബെൻസ് 224 വരെ ഉൾപ്പെടുന്നുണ്ട്. 2 വാഹനങ്ങൾ ഫിനാൻസ് ഉള്ളതുമാണ്. മാസം തോറും 1,15,000 രൂപ വരെ ഫിനാൻസ് ഇനത്തിൽ അടവും നിലനിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന RTA ബോർഡ് മീറ്റിംഗിലെങ്കിലും ഹൈക്കോടതിയുടെയും ട്രൈബ്യൂണലിന്റെയും ഉത്തരവുകൾ പരിഗണിച്ച് തനിക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനൂപ് ചന്ദ്രൻ. സർക്കാരിന് 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ കോടികൾ വരുമാനം കിട്ടുന്ന ഒരു സംരംഭമാണ് ഈ സ്വകാര്യ ബസ് വ്യവസായം എന്ന് പറയുന്നത്. ജില്ലാ കളക്ടറുടെ കൃത്യമായ നിർദ്ദേശം നിലനിൽക്കെ ആറ്റിങ്ങൽ RTO ബിജു ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് പൊതുസമൂഹം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.